Hello children, welcome to Kids Area Online. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ഏത് സ്റ്റോറിയാണെന്ന് അറിയാവോ? നമുക്ക് നോക്കിയാലോ. ദാ എന്താണ്? മീ ടു, മീ ടു. വായിച്ചേ. M-E, me, M-E, me, two, T-O-O, two. ടീച്ചറിന്റെ കൂടെ നിങ്ങളും വായിച്ചേ. me, two, me, two എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? me too, ഞാനും. എന്താണ്? ഞാനും. me too എന്ന് പറഞ്ഞാൽ ഞാനും. എന്താണ് അർത്ഥം? ഞാനും. വായിച്ചേ. മീ ടു, മീ ടു, ഞാനും. അതാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കിയേ, ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. ഹൂ ഈസ് ഹൈഡിങ് ഇൻ ഇറ്റ്? ഇവിടെ ആരാ ഒളിച്ചിരിക്കുന്നേ? ഇതാരാണ്? ഈ ഒളിച്ചിരിക്കുന്നത് ആരാണ്? ഹു ഈസ് ഹൈഡിങ്? നമുക്ക് കളർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് ആരാണെന്നറിയാം. ടീച്ചർ കളർ ചെയ്യുവാണേ. ടീച്ചർ ദാ ഈ ഒളിച്ചിരിക്കുന്ന ആൾക്ക് കളർ നൽകുവാണ്. ആരാ? ഹു ഈസ് ഹൈഡിങ്? എ ഹെൻ. എ ഹെൻ. ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. എ ഹെൻ, ഒരു പിടക്കോഴി. ആരാ ഇവിടെ ഒളിച്ചിരുന്നേ? ഒരു പിടക്കോഴി. ദിസ് ഈസ് എ ഹെൻ. ദിസ് ഈസ് എ ഹെൻ. വേർ ഈസ് ഇറ്റ് സിറ്റിംഗ്? ഇത് എവിടെയായിരിക്കുന്നേ? വേർ ഈസ് ഇറ്റ് സിറ്റിംഗ്? എവിടെ ഇരിക്കുന്നു? ഓൺ ദ എഗ്സ്. എഗ് എന്ന് പറഞ്ഞാൽ മുട്ട. എഗ്സ്, മുട്ടകൾ. ഓൺ ദ എഗ്സ്, മുട്ടകളുടെ പുറത്താണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഹെൻ ഇരിക്കുന്നത്. കണ്ടോ? ഹൗ മെനി എഗ്സ് ആർ ദേർ? ഇവിടെ എത്ര മുട്ടകളുണ്ട്? ഹൗ മെനി എഗ്സ്? 1, 2. 1, 2. 2 eggs are here. 2 മുട്ടകൾ ഇവിടെ ഉണ്ടല്ലേ. 1, 2. നിങ്ങൾക്കറിയാവോ? This egg is big and this one is small. ഈ പിടക്കോഴി അടയിരിക്കുന്നത് ഒരു ബിഗ് എഗ്ഗിനും ഒരു സ്മോൾ എഗ്ഗിനുമാണ്. Whose eggs are these? ഇത് ആരുടെയൊക്കെ മുട്ടകളാണെന്ന് അറിയാവോ? ടീച്ചർ പറഞ്ഞു തരാം. The small egg is hen's egg. സ്മോൾ എഗ്, ചെറിയ മുട്ട ആരുടേതാണ്? ഹെൻ, കോഴിയുടേതാണ്. The big egg is duck's egg. ആരുടെ മുട്ടയാണ് വലുത്? ഡക്ക്, താറാവിൻ്റെ. ആരുടെയാ? താറാവിൻ്റെ മുട്ടയാണ് ഈ ബിഗ് എഗ്. മനസ്സിലായോ? ഇവിടെ 2 eggs, 2 മുട്ടകളുണ്ട്. The small egg is hen's egg. ചെറിയ മുട്ട ഹെന്നിൻ്റെതാണ്, പിടക്കോഴിയുടേതാണ്. The big egg is duck's egg. ഈ വലിയ മുട്ട ആരുടേതാ? ഡക്ക്, താറാവിൻ്റെതാണ്. അപ്പോഴേ ഈ ഹെൻസ് എഗ്ഗിൽ നിന്നും ആരാ പുറത്തു വരിക? Who will come out of the hen's egg? Who will come out of the hen's egg? കോഴിയുടെ മുട്ടയിൽ നിന്നും ആരാ പുറത്തു വരിക? കോഴിക്കുഞ്ഞ്. കോഴിക്കുഞ്ഞിന് എന്താ പറയാന്നറിയാവോ? ചിക്ക്. എന്താണ്? ചിക്ക്. നമുക്ക് ചിക്കനെ കാണാം. കോഴിയുടെ മുട്ടയിൽ നിന്നും ആരാ പുറത്തു വരിക? Who will come out of the hen's egg? A chick, ഒരു കോഴിക്കുഞ്ഞ്. Who will come out of the duck's egg? താറാവിന്റെ മുട്ടയിൽ നിന്നും ആരാ പുറത്തു വരിക? താറാവിൻ കുഞ്ഞ്. താറാവിൻ കുഞ്ഞിന് എന്താ പറയാന്നറിയാവോ? ഡക്ലിംഗ്. ഡക്ലിംഗ്.
ചിക്ക്, ഡക്ലിംഗ്. ചിക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞ്, ഡക്ലിംഗ് എന്ന് പറഞ്ഞാലോ താറാവിൻ കുഞ്ഞ്. നിങ്ങൾ പറഞ്ഞേ, ഹെൻസ് എഗ്ഗിൽ നിന്ന് പുറത്തു വന്നത് ആരാ? ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഹെൻസ് എഗ്? എ ചിക്ക്, ഒരു കോഴിക്കുഞ്ഞ്. ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഡക്സ് എഗ്? താറാവിന്റെ മുട്ടയിൽ നിന്നും ആരാ പുറത്തു വന്നേ? താറാവിൻ കുഞ്ഞ്, ഡക്ലിംഗ്, എ ഡക്ലിംഗ്. മനസ്സിലായോ? നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ? ദാ നോക്കിക്കോളൂ. നമുക്ക് സ്റ്റോറി കേൾക്കാം. ലെറ്റ് us read a story. നമുക്ക് സ്റ്റോറി വായിക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ. A duckling came out of the egg. I am out, he said. എഗ്ഗിൽ നിന്നും ആരാ പുറത്തു വന്നേ? ഡക്ലിംഗ്. ടീച്ചർ പറഞ്ഞു ഡക്ലിംഗ് എന്ന് പറഞ്ഞാൽ താറാവിൻ കുഞ്ഞ്. ആരാണ്? താറാവിൻ കുഞ്ഞ്. അതാണ് ഡക്ലിംഗ്. ആര് പുറത്തു വന്നു? ഡക്ലിംഗ് പുറത്തു വന്നു. ഐ ആം ഔട്ട്, ഞാൻ പുറത്തെത്തിയിരിക്കുന്നു. ഹി സെഡ്, അവൻ പറഞ്ഞു ഐ ആം ഔട്ട്, ഞാൻ പുറത്തെത്തിയിരിക്കുന്നു. ആരാ പറഞ്ഞേ? ഹൂ സെഡ്? ഡക്ലിംഗ്. ഹൂ ഈസ് ഡക്ലിംഗ്? താറാവിൻ കുഞ്ഞ്. ആരാണ്? താറാവിൻ്റെ കുഞ്ഞിനെയാണ് ഡക്ലിംഗ് എന്ന് പറയുക. നിങ്ങൾ വായിച്ചേ. എ ഡക്ലിംഗ് came out of the egg. I am out. I am. I am out, he said. എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? എഗ്ഗിൽ നിന്നും ഡക്ലിംഗ് പുറത്തു വന്നു. അപ്പോൾ അവൻ എന്തു പറഞ്ഞു? ഐ ആം ഔട്ട്, ഞാൻ പുറത്തെത്തിയിരിക്കുന്നു. ഐ ആം ഔട്ട്, ഞാൻ പുറത്തെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോളോ ദാ ആരാ പുറത്തു വന്നേ? മീ ടു, ഞാനും. എ ചിക്ക് ടു came out. മീ ടു, ഞാനും. ചിക്കും പുറത്തേക്ക് വന്നു. ആരാ പറഞ്ഞേ മീ ടു എന്ന്? ചിക്ക്. ചിക്ക് എന്താ പറഞ്ഞേ? മീ ടു, ഞാനും. നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു ഐ ആം ഔട്ട്, ഞാൻ പുറത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ചിക്ക് പറഞ്ഞു മീ ടു, ഞാനും. ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഡക്സ് എഗ്? ഡക്ലിംഗ്. ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഹെൻസ് എഗ്? ചിക്ക്. വൺസ് മോർ. ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഡക്സ് എഗ്? ഡക്ലിംഗ്. ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഹെൻസ് എഗ്? ചിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആരാ പുറത്തു വന്നേ? ഡക്ലിംഗ്. ഡക്ലിംഗ് എന്ത് പറഞ്ഞു? ഐ ആം ഔട്ട്, ഞാൻ പുറത്തെത്തിയിരിക്കുന്നു. ഉടനെ ചിക്കും പുറത്തു വന്നു. ചിക്ക് എന്ത് പറഞ്ഞു? മീ ടു, ഞാനും. കണ്ടോ ചാപ്റ്ററിന്റെ നെയിം കണ്ടോ? മീ ടു, ഞാനും എന്ന് ചിക്ക് പറഞ്ഞു. ചിക്കും പുറത്തു വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദാ look at this picture. What do you see? ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ എന്താ കാണുന്നേ? വാട്ട് ഡു യു സീ? നിങ്ങൾ എന്ത് കാണുന്നു? ദേ ആർ വാക്കിംഗ്. വാക്കിംഗ്, നടക്കുന്നു. ദേ ആർ വാക്കിംഗ്, അവർ നടക്കുകയാണല്ലേ. എന്താണ് നമുക്ക് നോക്കാം. ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്, സെഡ് ഡക്ലിംഗ്. ഡക്ലിംഗ് എന്ത് പറഞ്ഞു? ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്, ഞാൻ നടക്കുവാൻ പോകുന്നു. മീ ടു, ഞാനും. സെഡ് ദ ചിക്ക്. ചിക്കും പറഞ്ഞു മീ ടു, ഞാനും. ഡക്ലിംഗ് പറഞ്ഞു ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്, ഞാൻ നടക്കുവാനായി പോവുകയാണ്. മീ ടു, ഞാനും. സെഡ് ദ ചിക്ക്. ചിക്ക് എന്താ പറഞ്ഞേ? മീ ടു, ഞാനും. ഡക്ലിംഗ് എന്ത് പറഞ്ഞു? ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, നടക്കുവാൻ പോവുകയാണ്. ഐ ആം. ഐ ആം ഗോയിങ്. ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്. ഐ ആം ഗോയിങ്
for a walk, said duckling. ചിക്ക് എന്ത് പറഞ്ഞു? Me too. ഞാനും. said the chick. മനസ്സിലായോ? എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാവോ? നമുക്ക് നോക്കാം. ദാ ഇവിടെ നോക്കി. വാട്ട് ആർ ദേ ഡൂയിങ്? അവർ എന്ത് ചെയ്യുകയാണ്? വാട്ട് ആർ ദേ ഡൂയിങ്? നമുക്ക് നോക്കാം. I am digging a hole. I am digging. കുഴിക്കുക. A hole. ഒരു കുഴി കുഴിക്കുകയാണ്. said the duckling. I am digging a hole, said the duckling. duckling പറഞ്ഞു, I am ഞാൻ digging കുഴിക്കുകയാണ്. a hole. hole ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു കുഴി അല്ലെങ്കിൽ ദ്വാരം എന്നൊക്കെ പറയും. I am digging a hole. I am digging a hole, said the duckling. duckling പറഞ്ഞു, I am digging a hole. നമ്മുടെ ചിക്ക് എന്ത് പറഞ്ഞിരിക്കും? Me too. ഞാനും. said the chick. Me too, said the chick. ചിക്ക് പറഞ്ഞു, ഞാനും. എന്ത് ചെയ്തു അവർ? ഡിഗിങ് എ ഹോൾ. അവർ കുഴിയുണ്ടാക്കുകയാണല്ലേ. I am digging a hole, said the duckling. Me too, said the chick. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ലിസൺ കെയർഫുള്ളി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. കണ്ടോ അല്ലേ? എന്നിട്ടോ ദാ അവർക്ക് എന്താ കിട്ടിയേ? നമുക്ക് നോക്കാം. I have found a worm, said the duckling. duckling പറഞ്ഞു, I have found a worm. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ആരെയാ? എ worm, ഒരു പുഴു. worm എന്ന് പറഞ്ഞാൽ പുഴു. I have found a worm, said the duckling. നമ്മുടെ ചിക്ക് എന്ത് പറഞ്ഞിരിക്കും? Me too. ഞാനും. said the chick. ഞാനും കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? കോഴിക്കുഞ്ഞ്. അതിനെന്താ പറയുക? Me too. ഞാനും. I have found a worm. ഞാനൊരു പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നു. said the duckling. duckling പറഞ്ഞു, I have found a worm. worm. I have found a worm. ഞാനൊരു പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നു. said the duckling. അപ്പോൾ നമ്മുടെ ചിക്ക് പറഞ്ഞു, Me too, said the chick. ചിക്ക് പറഞ്ഞു, ഞാനും കണ്ടെത്തിയിരിക്കുന്നു. Me too. ഞാനും. Children, what do you see in the mouth of the duckling? ഡക്ലിങ്ങിന്റെ വായിൽ എന്താ നിങ്ങൾ കാണുന്നേ? worm. a worm. worm എന്ന് പറഞ്ഞാൽ പുഴു. What do you see in the mouth of the chick? worm. പുഴു. രണ്ടുപേരുടെയും വായിൽ എന്താ ഉള്ളേ? worm. എന്താണ്? worm. ഫസ്റ്റ് ആരാണ് വോമിനെ കണ്ടെത്തിയത്? ആരായിരുന്നു? ഡക്ലിംഗ്. ആരാ? ഡക്ലിംഗ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുവരെ മനസ്സിലായല്ലോ? നമ്മുടെ ചിക്ക് എപ്പോഴും എന്താ പറയുന്നേ? Me too എന്ന് പറഞ്ഞാൽ ഞാനും. ഡക്ലിംഗ് എന്ത് ചെയ്യുന്നോ അത് ഞാനും ചെയ്യുന്നു എന്നാണ് ചിക്ക് പറയുന്നത്. ഡക്ലിംഗ് പറഞ്ഞു, I have found a worm. ഞാനൊരു വോമിനെ കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ചിക്കും പറഞ്ഞു, Me too. ഞാനും. നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു, I am digging a hole. അപ്പോൾ നമ്മുടെ ചിക്ക് പറഞ്ഞു, Me too. നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു, I am going for a walk. ചിക്ക് പറഞ്ഞു, Me too. ഡക്ലിംഗ് എന്ത് പറയുന്നോ അതെല്ലാം ആരും ചെയ്യുന്നുണ്ട്? നമ്മുടെ ചിക്കും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിക്ക് പറയുന്നു, Me too. ഞാനും.
മനസ്സിലായോ? നെക്സ്റ്റ് നോക്കാം. Look at this picture. What do you see? Chick, duckling, butterfly. Chick, duckling, a butterfly. എന്താണെന്ന് നോക്കാം. I have caught a butterfly, said the duckling. Duckling പറഞ്ഞു, I have caught a butterfly. ഞാനൊരു ചിത്രശലഭത്തെ പിടിച്ചു. I have caught a butterfly. ഞാനൊരു ചിത്രശലഭത്തെ പിടിച്ചു. said the duckling. Duckling പറഞ്ഞു. അപ്പോൾ ചിക്ക് എന്ന് പറഞ്ഞിരിക്കും me too, said the chick. me too, said the chick. ഞാനും എന്ന് ചിക്ക് പറഞ്ഞു. ഞാനും ബട്ടർഫ്ലൈയെ പിടിച്ചു എന്ന് ചിക്ക് പറയുകയാണ്. ഡക്ലിംഗ് എന്താ ആദ്യം പറഞ്ഞേ? I have caught a butterfly. I have caught a butterfly, said the duckling. ഡക്ലിംഗ് പറഞ്ഞു, ഞാനൊരു ചിത്രശലഭത്തെ പിടിച്ചു. me too, said the chick. ചിക്ക് പറഞ്ഞു, ഞാനും. മനസ്സിലായോ? എന്നിട്ടോ ദാ ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ ഡക്ലിംഗ് എന്തോ ചെയ്യാൻ പോവാണ്. എന്താണ്? നോക്കിക്കോളൂ. I want to swim. ഞാൻ നീന്തുവാനായി പോകുന്നു. said the duckling. ഡക്ലിംഗ് പറഞ്ഞു, I want to swim. ഞാൻ നീന്താൻ ആഗ്രഹിക്കുകയാണ്. I want to swim. ഞാൻ നീന്തുവാനായി ആഗ്രഹിക്കുന്നു. said the duckling. ഡക്ലിംഗ് പറഞ്ഞു, I want to swim. ഞാൻ നീന്തുവാനായി ആഗ്രഹിക്കുന്നു. swim നീന്തുക. swim എന്ന് പറഞ്ഞാൽ നീന്തുക. നമ്മുടെ ചിക്ക് എന്ത് പറഞ്ഞു? me too, said the chick. ചിക്ക് പറഞ്ഞു, ഞാനും. മനസ്സിലായോ? നമ്മുടെ ഡക്ലിംഗ് എന്ത് ചെയ്യുന്നോ അത് തന്നെ ചിക്കും ചെയ്യുവാണ്. I want to swim. ഞാൻ നീന്തുവാനായി ആഗ്രഹിക്കുന്നു. said the duckling. ഡക്ലിംഗ് പറഞ്ഞു, me too, said the chick. ചിക്ക് പറഞ്ഞു, ഞാനും. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാവോ? ദാ നമ്മുടെ ഡക്ലിംഗ് പോവാണ്. ലുക്ക്, I am swimming, said the duckling. ഡക്ലിംഗ് പറഞ്ഞു, നോക്കൂ, I am swimming. ഞാൻ നീന്തുകയാണ്. ലുക്ക്, നോക്കൂ, I am swimming. ഞാൻ നീന്തുകയാണ്. said the duckling. ഡക്ലിംഗ് പറഞ്ഞു, ലുക്ക്, നോക്കൂ, I am swimming. ഞാൻ നീന്തുകയാണ്. said the duckling. ദാ ആരും പോവാണ് നീന്തുവാനായിട്ട്. ചിക്ക്, me too. ഞാനും. the chick jumped in. ചിക്ക് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ചാടുകയാണ്. കണ്ടോ? me too. the chick jumped in. ചിക്കും ചാടി. കണ്ടോ? ചിക്ക് ചാടുന്നുണ്ടോ? me too. ഞാനും എന്ന് പറഞ്ഞ് the chick jumped in. ചിക്കും ചാടി. എന്ത് സംഭവിച്ചിരിക്കും? ദാ നമ്മുടെ ചിക്കിനെ നോക്കി. ഹെൽപ്പ്, ഹെൽപ്പ്, cried the chick. ചിക്ക് കരയുവാണ്. ഹെൽപ്പ്, ഹെൽപ്പ്, സഹായിക്കൂ, സഹായിക്കൂ, cried the chick. ചിക്ക് കരയുവാണ്. നമ്മുടെ ചിക്കിന് കോഴിക്കുഞ്ഞിന് നീന്തുവാനായി അറിയാവോ? നോ. ഡക്ലിങ്ങിന് നീന്തുവാൻ അറിയാവോ? യെസ്, ഡക്ക് നീന്തുവല്ലേ. പക്ഷെ കോഴിക്കുഞ്ഞിനോ നീന്തുവാനായി അറിയാവോ? സ്വിമ്മിങ് അറിയാവോ? നോ. നമ്മുടെ കോഴിക്കുഞ്ഞ് മുങ്ങിപ്പോവുകയാണല്ലേ വെള്ളത്തിൽ. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞ് എന്ത് വിളിച്ചു? ഹെൽപ്പ്, ഹെൽപ്പ്, സഹായിക്കൂ, സഹായിക്കൂ, ഹെൽപ്പ്, ഹെൽപ്പ്, സഹായിക്കൂ, സഹായിക്കൂ. ആരാ കരഞ്ഞ അങ്ങനെ? cried the chick. നമ്മുടെ ചിക്ക് കരഞ്ഞു. കോഴിക്കുഞ്ഞ് കരഞ്ഞു. അപ്പോഴോ നോക്കി, ആരാ കരയ്ക്ക് വലിച്ചു കയറ്റുന്നത്? നമ്മുടെ ഡക്ലിംഗ്. the duckling pulled the chick out of the pond. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. കുളത്തിൽ നിന്നും പുറത്തേക്ക് നമ്മുടെ ഡക്ലിംഗ് ചിക്കിനെ വലിച്ചെടുത്തു. കണ്ടോ? പുൾഡ്. കണ്ടോ? വലിക്കുന്നുണ്ടോ? the duckling pulled the chick out of the pond. പോണ്ടിൽ നിന്നും നമ്മുടെ ചിക്കിനെ ഡക്ലിംഗ് വലിച്ചെടുത്തു, പുറത്തേക്ക് വലിച്ചെടുത്തു. the duckling
പുൾഡ് പുൾഡ് വലിക്കുകയാണ്. ദ ഡക്ലിംഗ് പുൾഡ് വലിച്ചു. ദ ചിക്ക് ആരെ? കോഴിക്കുഞ്ഞിനെ ഔട്ട് ഓഫ് ദ പോണ്ട് പോണ്ടിന്റെ പുറത്തേക്ക് കരയിലേക്ക് വലിച്ചെടുത്തു. കണ്ടോ? ദ ഡക്ലിംഗ് പുൾഡ് ദ ചിക്ക്. ഡക്ലിംഗ് വലിക്കുകയാണ്, വലിച്ചു. ദ ചിക്ക് ഔട്ട് ഓഫ് ദ പോണ്ട് പോണ്ടിന് പുറത്തേക്ക് കരയിലേക്ക് വലിച്ചു. എന്നിട്ടോ ദാ കരയിലെത്തി. ഐ ആം ഗോയിങ് ഫോർ അനദർ സ്വിം സെഡ് ദ ഡക്ലിംഗ്. ഡക്ലിംഗ് പറഞ്ഞു, ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്? നീന്തുവാൻ പോകുവാണ്. ഞാൻ മറ്റൊരു നീന്തലിനായി പോകുകയാണ്. ഐ ആം ഗോയിങ് ഫോർ അനദർ സ്വിം. ഞാൻ മറ്റൊരു നീന്തലിനായി പോകുകയാണ്. സെഡ് ദ ഡക്ലിംഗ്. അപ്പോൾ നമ്മുടെ ചിക്ക് മീ ടു പറയുമോ? നോക്കാം. നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു, ഐ ആം ഗോയിങ് ഫോർ അനദർ സ്വിം. ഞാൻ മറ്റൊരു നീന്തലിനായി പോവുകയാണ്. സെഡ് ദ ഡക്ലിംഗ്. ഡക്ലിംഗ് പറഞ്ഞു. നമ്മുടെ ചിക്കിന് പോകുമോ? നോ. മീ ടു, ഞാനും എന്ന് പറയുമോ? നോ. വാട്ട് ഡിഡ് ദ ചിക്ക് ലേൺ? നമ്മുടെ കോഴിക്കുഞ്ഞ് എന്ത് പഠിച്ചു? നെവർ ഇമിറ്റേറ്റ് അതേഴ്സ് ബ്ലൈൻഡ്ലി. നെവർ ഇമിറ്റേറ്റ്, ഒരിക്കലും അനുകരിക്കരുത്. അതേഴ്സ് ബ്ലൈൻഡ്ലി, മറ്റുള്ളവരെ ഒരിക്കലും കണ്ണടച്ചെന്ത് ചെയ്യരുത്? അനുകരിക്കരുത്, ഇമിറ്റേറ്റ് ചെയ്യരുത്. ഒരാൾ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? ചെയ്യുവാനായി ശ്രമിക്കരുത്. അത് അപകടത്തിലേക്ക് പോകും. നെവർ ഇമിറ്റേറ്റ് അതേഴ്സ് ബ്ലൈൻഡ്ലി. നെവർ ഇമിറ്റേറ്റ് അതേഴ്സ് ബ്ലൈൻഡ്ലി, കണ്ണടച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യരുത്? അനുകരിക്കരുത്. എന്താണ് ചിക്ക് ഇതിൽ നിന്നും പഠിച്ചത്? നെവർ ഇമിറ്റേറ്റ് അതേഴ്സ് ബ്ലൈൻഡ്ലി. ആരെയും എന്ത് ചെയ്യരുത്? ഇമിറ്റേറ്റ് ചെയ്യരുത്. കണ്ണടച്ച് വിശ്വസിച്ച് എന്ത് ചെയ്യരുത്? ഇമിറ്റേറ്റ് ചെയ്യരുത്, അനുകരിക്കരുത്. ഇതിൽ നിന്നും നിങ്ങളും പഠിച്ചുവല്ലോ? പഠിച്ചു. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹെൻ അടയിരിക്കുമായിരുന്നല്ലേ? വൺ ഈസ് ഹെൻസ് എഗ്, അതർ വൺ ഈസ് ഡക്സ് എഗ്. ഹെൻസ് എഗിൽ നിന്നും ആര് പുറത്തു വന്നു? ഹൂ വിൽ കം ഔട്ട് ഓഫ് ദ ഹെൻസ് എഗ്? ചിക്ക്. Who will come out of the duck's egg? Duckling. A duckling. എന്നിട്ടോ പുറത്തെത്തിയപ്പോൾ നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു, ഐ ആം ഔട്ട്. അപ്പോൾ നമ്മുടെ ചിക്കും പറഞ്ഞു, മീ ടു, ഞാനും പുറത്തെത്തിയിരിക്കുന്നു. മീ ടു, ഞാനും. എന്നിട്ടോ നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു, ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്, ഞാൻ നടക്കുവാനായി പോവുകയാണ്. നമ്മുടെ ചിക്കും പറഞ്ഞു, മീ ടു, ഞാനും. എന്നിട്ടോ ഡക്ലിംഗ് എന്ത് ചെയ്തു? ഐ ആം ഡിഗിങ് എ ഹോൾ, ഞാനൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. മീ ടു, ചിക്ക് പറഞ്ഞു, ഞാനും. ഐ ഹാവ് ഫൗണ്ട് എ വോം, ഡക്ലിംഗ് പറഞ്ഞു, ഞാനൊരു വോമിനെ കണ്ടെത്തി. ചിക്ക് പറഞ്ഞു, മീ ടു, ഞാനും. ഐ കോട്ട് എ ബട്ടർഫ്ലൈ, ഞാനൊരു ബട്ടർഫ്ലൈയെ പിടിച്ചു. മീ ടു, ഞാനും പിടിച്ചു. ഐ ആം ഗോയിങ് ഫോർ എ സ്വിം, ഞാൻ നീന്തുവാനായി പോവുകയാണ്. മീ ടു. എന്നിട്ട് എന്ത് പറ്റി? നമ്മുടെ ചിക്ക് കരഞ്ഞു. ഹെൽപ്പ്, ഹെൽപ്പ്. നമ്മുടെ ഡക്ലിംഗ് എന്ത് ചെയ്തു? പോണ്ടിൽ നിന്നും വലിച്ചെടുത്ത് കരയിലെത്തിച്ചു. എന്നിട്ട് നമ്മുടെ ഡക്ലിംഗ് പറഞ്ഞു, ഐ ആം ഗോയിങ് ഫോർ അനദർ സ്വിം, ഞാൻ മറ്റൊരു നീന്തലിനായി പോവുകയാണ്. ഇതിൽ നിന്നും എന്ത് പഠിച്ചു? നെവർ ഇമിറ്റേറ്റ് അതേഴ്സ് ബ്ലൈൻഡ്ലി, നമ്മൾ ആരെയും കണ്ണടച്ച് എന്ത് ചെയ്യരുത്? അനുകരിക്കരുത്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് സ്പെല്ലിംഗ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം. അത് ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ, ഡക്ലിങ്ങിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം, ചിക്കിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം. അങ്ങനെ ഒത്തിരി സ്പെല്ലിങ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.